എല്ലാവർക്കും തന്നെ സുഖമല്ലേ? ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന തരത്തില് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ? വെക്കേഷനൊക്കെ ആവാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ തന്നെ ബ്രൗണി റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ബ്രൗണി റെഡിയാക്കാൻ തന്നെ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അരിച്ചിട്ടെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണേ. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ആവാൻ നോക്കുക. ഡാർക്ക് കൊക്കോ പൗഡർ ആണ് ബ്രൗണിക്ക് ഏറ്റവും നല്ലത്. ലൈറ്റ് ആണെങ്കിൽ കളർ അത്രയും ഉണ്ടാവത്തില്ല. ഇനി കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ബ്രൗണിയിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ബേക്കിംഗ് സോഡയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ ടെക്സ്ചർ ആയി പോകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നുപോയായിരുന്നു. 1/2 ടീസ്പൂൺ കോഫി പൗഡർ. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് പോലെ തന്നെ ഒരുപാട് അരിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബേക്കിംഗ് ട്രേയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനിടെ ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ തൂത്തിട്ട് ബേക്കിംഗ് ഷീറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ബേക്കിംഗ് ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രൗണി പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ച് പോയി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 100 ഗ്രാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ബ്രൗണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ട് വരാവേ. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഓവറായിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ മുട്ടയുടെ മിക്സും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ബട്ടർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് ടൈമൊന്നും വെക്കരുത്. വേഗം തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന മിക്സും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഒരുപാട് നേരം വെക്കരുത്. ചോക്ലേറ്റ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ മിക്സ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാവേ. ചെറുതായിട്ട് ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയാനേ. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നൊന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കാവേ. ഒട്ടും സമയം കളയാണ്ട് തന്നെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്കും കൂടെ വെച്ച് കൊടുക്കുവാണ്. ഒരു 170 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ ഇത് നമ്മളുടെ ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ടോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങിനായിട്ട് 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അകത്തേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഗണേഷ് റെഡി ആയിട്ട് വരും. അപ്പോൾ അതേ നമ്മളുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചൂടായിട്ടിരിക്കുവാണ്. അപ്പോൾ ഒന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബ്രൗണിയുടെയും ചോക്ലേറ്റിൻ്റെയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ ആദ്യം തന്നെ ഈ ട്രേയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുവാണ്.
ബേക്കിംഗ് ഷീറ്റും കൂടെ ഒന്ന് വിരിപ്പിച്ചിട്ടെടുക്കുവാണേ. ഇപ്പം അതേ ചോക്ലേറ്റ് ആറി വന്നപ്പോഴേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ, എന്നാൽ ഒരുപാട് ലൂസും ഇല്ലാത്ത ഗണേശാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതിനി ബ്രൗണിയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഹാർഡായി കിട്ടത്തില്ല. ഒരുപാട് പാലൊന്നും വെച്ച് കൊടുക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഗണേശ റെഡിയാക്കി എടുക്കാൻ നോക്കുക. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവേ. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷുഗർ ബോൾസോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ എടുത്താലും മതിയാവും. ബ്രൗണി നല്ല ടേസ്റ്റ് ആയിരിക്കും. എളുപ്പത്തിൽ തന്നെ ബ്രൗണി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ. അപ്പം ഞാൻ ബ്രൗണി സെയിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ ബ്രൗണി സെയിൽ ചെയ്യുന്നത്. ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നേ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന റെസിപ്പീസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതേപോലത്തെ ഒരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്